ഹായ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ്. അതായത് ലാമിനേറ്റ് സെലക്ഷൻ. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് ന്യൂ മൈക്ക സ്റ്റുഡിയോ, അത് പാടിവട്ടത്താണ് വരുന്നത്, ഇടപ്പള്ളി. അപ്പോൾ ഷോറൂമാണിത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ലാമിനേറ്റ് സെലക്ട് ചെയ്യാം. സ്റ്റുഡിയോ ആണ്. ലാമിനേറ്റ് സെലക്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കാറ്റലോഗ്സ് ഉണ്ട്. എന്നാലും നമ്മളിവിടെ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വുഡൻ ഫിനിഷ് ആണെങ്കിൽ, സോളിഡ് കളർ അല്ല, വുഡൻ ഫിനിഷ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പാറ്റേൺസ് ഒക്കെ വരുന്നതെന്ന് അറിയണമെങ്കിൽ ഫുൾ ഷീറ്റ് മൈക്ക് നമ്മൾ കാണണം. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റുഡിയോയിലൊക്കെ വന്നാലാണ് നമുക്കിത് കാണാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് A4 ഷീറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളേഴ്സ്, അതെങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കും, നമുക്ക് അതിൻ്റെ ടച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ വരുമ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നിയത്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. നമുക്ക് ഇതുപോലെ ലാമിനേറ്റ്, ഇതാ ഇപ്പൊ കിച്ചൺ ആണല്ലോ മെയിനായിട്ട് നമ്മൾ ലാമിനേറ്റ് സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ച് നോക്കി നമുക്ക് സെലക്ഷൻ ചെയ്യാം. ഇപ്പൊ 3D ചെയ്യുന്നതിന് പകരമായിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇൻ കേസ് നിങ്ങൾ 3D ഒന്നും ചെയ്യാതെ കിച്ചണിന്റെ ലാമിനേറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ റെഫറൻസ് ഫോട്ടോ വെച്ചൊക്കെ സെലക്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. പിന്നെ ഇവിടെ ഒരുപാട് ലാമിനേറ്റ് ഇതുപോലെ കാണാൻ പറ്റും. വുഡൻ ഫിനിഷ് ആണ് മെയിൻലി ഞാനിങ്ങനെ നോക്കാറുള്ളത്. കാരണം നമുക്ക് അതിന്റെ പാറ്റേൺസ് എങ്ങനെയാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇവിടെ വന്ന് നോക്കണം. ഇത്രയും പാറ്റേൺസ് ഉണ്ട്. ചെറിയൊരു പീസാണ് നമ്മൾ നോക്കുന്നതെങ്കിലും പാറ്റേൺസും കൂടെ കണ്ടിട്ടാണ് നമ്മൾ സെലക്ഷൻ ചെയ്യാറുള്ളത്. പിന്നെ നമുക്കറിയാലോ, ഫ്ലൂട്ടഡ് പാനൽസ് അവൈലബിൾ ആണ്. അതുപോലെ ഫ്ലൂട്ടഡ് ലാമിനേറ്റ്സും ഇതുപോലെ അവൈലബിൾ ആണ് കേട്ടോ.